നല്ല ടേസ്റ്റി മുട്ടക്കറി ഉണ്ടാക്കാം. അതിനായിട്ട് സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില, വറ്റൽമുളക്, പെരുംജീരകം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പാനിനകത്ത് എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിച്ച് പെരുംജീരകവും ഗ്രാമ്പും ഏലക്കയും ജാതിക്കായുടെ തോടും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്തതിന് ശേഷം അതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കരിയേപ്പിലയും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. 2 പച്ചമുളക് ഇടണം. പച്ചമുളക് ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ ഇട്ടില്ല. അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി എടുത്ത് അതിന് ശേഷം ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റിയെടുത്തതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എന്നിട്ട് നന്നായി മൂപ്പിച്ച് പച്ചമണം മാറുന്നവരെ ചില്ലി ഫ്ലെക്സും കൂടി ഇടണം. നന്നായിട്ട് മൂപ്പിച്ച് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുത്തതിന് ശേഷം ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് ഉടച്ച് എടുക്കുക. എന്നിട്ട് നമുക്ക് ആ തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്ന സമയമാകുമ്പോഴത്തേനും നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊരു ഗ്രേവി രൂപത്തിലാക്കി അടച്ചു വെക്കാം. ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് മുട്ട അതിലേക്ക് ചേർക്കാം. 3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് തോട് കളഞ്ഞ് നമുക്ക് ആ മസാലയിലേക്ക് ആ 3 മുട്ടയിട്ട് നല്ല മസാല നല്ലപോലെ പരളക്ക വിധം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 5 സെക്കൻഡ് ഇളക്കി 5 സെക്കൻഡ് അടച്ചു വെക്കുക. എന്നിട്ട് സ്വാദിഷ്ടമായ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം.